മലയാളികളുടെ പ്രിയങ്കരിയാണ് നടി മഞ്ജു വാര്യർ. ഇപ്പോഴിതാ മലയാളം വിട്ട് തമിഴിലേക്കും ചേക്കേറിയിരിക്കുകയാണ് താരം. ആയിഷ എന്ന ചിത്രത്തിന് ശേഷം മഞ്ജു വാര്യരുടേതായി മറ്റു സിനിമകൾ മലയാളത്തിൽ റിലീസ് ചെയ്തിരുന്നില്ല. മലയാള സിനിമയിൽ നിന്ന് മഞ്ജു വിട്ടുനിൽക്കുകയാണോ എന്ന ചോദ്യവും ഈ സമയത്ത് ഉയർന്നിരുന്നു. വെള്ളരിക്കപ്പട്ടണം, ജാക്ക് ആൻഡ് ജിൽ, ലളിതം സുന്ദരം തുടങ്ങി തുടർച്ചയായി മഞ്ജുവിന്റേതായി ഇറങ്ങിയ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. എന്തുകൊണ്ടാണ് ആയിഷയ്ക്ക് ശേഷം മലയാളത്തിൽ സിനിമകൾ ചെയ്യാതിരുന്നത് എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി അർഹിക്കുന്നുണ്ടോ എന്നുള്ളതിനും മറുപടി ലഭിച്ചിരിക്കുന്നു. മലയാളത്തിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നതല്ല, തമിഴിൽ നിന്നും നല്ല പ്രൊജക്ടുകൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് തമിഴ് ചൂസ് ചെയ്യുന്നത്. ബോധപൂർവം തമിഴ് സിനിമകളിൽ ഫോക്കസ് ചെയ്യുന്നതില്ല. അറിഞ്ഞോ അറിയാതെയോ തമിഴിൽ നിന്നാണ് നല്ല പ്രോജക്ട് വരുന്നത്. മഞ്ജുവിന്റേതായി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന പുതിയ സിനിമ ഫുട്ടേജ് ആണ്. ഇതിനുശേഷം ലൂസിഫറും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഫുട്ടേജ് എന്ന സിനിമ ശരിക്കും ഒരു മലയാളം സിനിമയെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്കതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. തുടർച്ചയായി സിനിമകളെല്ലാം പരാജയപ്പെടുന്നു എന്നൊരു പേരും കേൾക്കുന്നുണ്ടായിരുന്നു. മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിന് ശേഷം എല്ലാ സിനിമകളും വിജയകരമായിട്ടില്ല. ബോക്സ് ഓഫീസിൽ വൻ പരാജയങ്ങളും നേടിയിട്ടുണ്ട്. പക്ഷേ തമിഴിൽ ധനുഷിന്റെയും രജനീകാന്തിന്റെയും വിജയ് സേതുപതിയുടെയും ഒക്കെ ഒപ്പമാണ് പുതിയ സിനിമകളെല്ലാം തന്നെ വരുന്നത്. എല്ലാത്തിലും വിജയ പ്രതീക്ഷയും കാണുന്നുണ്ട്. രജനീകാന്തിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ എക്സൈറ്റ്മെന്റിലാണ് താരം. എന്നാൽ ഇത്തരത്തിലുള്ള കമന്റുകൾക്കും ചോദ്യങ്ങൾക്കും ഒന്നും മഞ്ജു വാര്യർ മറുപടി പറയാറില്ല. മഞ്ജുവിന്റേതായി പുറത്തിറങ്ങാനുള്ള പുതിയ ചിത്രം രജനീകാന്തിന്റെ ഒപ്പമുള്ളതാണ്. സിനിമയുടെ റിലീസ് ഡേറ്റ് അറിയിച്ചിട്ടില്ല. ഒക്ടോബർ നവംബർ മാസത്തിൽ റിലീസ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുകയാണ്. ഈ വർഷം സിനിമ റിലീസ് ആകുമെന്നാണ് പ്രതീക്ഷയെന്നും മഞ്ജു വ്യക്തമാക്കി.